Dear students, once again welcome to History of English Language and Literature classes. In this video we are going to get familiar with one of the important figures in Romantic period, Samuel Taylor Coleridge. Samuel Taylor Coleridge. As we have seen, Samuel Taylor Coleridge is a older romantic poet. He is one of the older romantics. And he lived the period between 1772 to 1834. 1772 മുതൽ 1834 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. Samuel Taylor Coleridge. He was born in Devonshire in 1772. 1772 ഡെവൻഷയറിലായിരുന്നു സാമുവൽ ടൈലർ കോളറിഡ്ജ് ജനിച്ചത്. He studied in Christ Hospital School in London and then in Cambridge, but he never got graduated. തൻ്റെ സ്കൂൾ പഠനം മറ്റു ചില റൊമാൻറ്റിക് കവികളോടൊപ്പം തന്നെ അന്നത്തെ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിൽ, ലണ്ടനിലുള്ള ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിലാണ് പഠിച്ചത്. എന്നാൽ തൻ്റെ യൂണിവേഴ്സിറ്റി പഠനം കേംബ്രിഡ്ജിൽ തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാമുവൽ ടൈലർ കോളറിഡ്ജിന് കഴിഞ്ഞില്ല. And he, like other early romantics, got influenced by French Revolution. He got influenced by French revolutionary ideas. Like the other romantic poets, the older romantics, he too got disillusioned or disappointed by the French Revolution, particularly by the turn of the Reign of Terror in the third phase of French Revolution. And he planned to establish a utopian society, a pantisocracy in Pennsylvania, based on equal rights and without private property. However, this project failed. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മൂന്നാം ഘട്ടം മറ്റ് റൊമാൻറ്റിക് കവികളെ പോലെ കോളറിഡ്ജിനെയും നിരാശപ്പെടുത്തി. അതിനുശേഷം താൻ ഒരു യൂട്ടോപ്യൻ സൊസൈറ്റി സ്ഥാപിച്ചു. അത് ഒരു പ്രത്യേക തത്വശാസ്ത്രത്തിൽ, പാന്റിസോക്രസി എന്ന തത്വശാസ്ത്രത്തിൽ ഊന്നിയതായിരുന്നു. ഇത് സ്ഥാപിക്കപ്പെട്ടത് പെൻസിൽവാനിയയിലാണ്. ഇതിൻ്റെ പ്രധാന ആശയം എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ, ആർക്കും സ്വന്തമായ സ്ഥാപനങ്ങളോ സ്വന്തമായ വസ്തുക്കളോ ഇല്ല, എല്ലാവർക്കും തുല്യ അവകാശം. പക്ഷേ ഈ പദ്ധതി പരാജയപ്പെട്ടു. So when we think of Samuel Taylor Coleridge, we mostly got stricken by his relationship or his collaboration with William Wordsworth. His fruitful artistic collaboration with the poet and friend William Wordsworth. വില്യം വേർഡ്സ്വർത്ത് കോളറിഡ്ജിൻ്റെ ചങ്ങാതിയായിരുന്നു. അദ്ദേഹവുമായി ഈ രണ്ട് വ്യക്തികൾ അദ്ദേഹവുമായിട്ട് ചേർന്നാണ് എസ് ടി കോളറിഡ്ജ് തൻ്റെ കവിതയിലെ ബഹുഭൂരിഭാഗവും എഴുതിയിട്ടുള്ളത്. If you look into the major works written by Samuel Taylor Coleridge, they are The Rime of Ancient Mariner, written in 1798. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് The Rime of Ancient Mariner. Then Kubla Khan. The poem was written in 1816.
So this poem is called as a dream-like poem. നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്വപ്ന തുല്യമായ അല്ലെങ്കിൽ സ്വപ്നമെന്ന് തന്നെ നമുക്ക് വിളിക്കാം. സ്വപ്നത്തിൽ എഴുതപ്പെട്ട കവിതയാണ് കുബ്ല ഖാൻ. And this poem was written by him under the influence of opium. Opium ഡ്രഗിൻ്റെ സ്വാധീനത്താൽ താൻ എഴുതിയ കവിതയാണ് കുബ്ല ഖാൻ. Then 1817 he wrote a prose work, Biographia Literaria. It's a classic text of literary criticism and autobiography. കോളറിജിൻ്റെ തന്നെ ആത്മകഥ ഈ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. And he also had written some other poems like Christobal, written in 1797, Dejection and Ode, another poem written in 1802, Frost at Midnight, 1816. These are his important poems. ഒരിക്കൽ കൂടെ പറയാം. സാമുവൽ ടൈലർ കോളേജ് എഴുതിയ ദ റൈം ഓഫ് ഏൻഷ്യൻ മാരിനർ, ഇത് ലിറിക്കൽ ബാലഡ്സിൻ്റെ ഒരു ഭാഗമാണ്. വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിഡ്ജും ഒരുമിച്ച് എഴുതിയ ലിറിക്കൽ ബാലഡ്സിൻ്റെ ഒരു ഭാഗമാണ് ദ റൈം ഓഫ് ഏൻഷ്യൻ മാരിനർ. പിന്നീട് 1816 അദ്ദേഹം എഴുതിയ കുബ്ല ഖാൻ, സ്വപ്നതുല്യമായ കവിതയായ കുബ്ല ഖാൻ. 1817 അദ്ദേഹം എഴുതിയ ഗദ്യ സാഹിത്യ ആത്മകഥാ രൂപത്തിൽ ബയോഗ്രഫിയ ലിറ്ററിയ. ക്രിസ്റ്റോബൽ 1797 എഴുതപ്പെട്ടു. അതുപോലെ തന്നെ 1802 താൻ എഴുതിയ ഡിജക്ഷൻ ആൻഡ് ഓഡ് എന്ന മറ്റൊരു കവിത. പിന്നീട് ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് 1816. There are certain other prose writings to his credit too. Coleridge has, to his credit, prose works too, and most of it is chaotically philosophical and journalistic. തത്വശാസ്ത്രപരമായും അതുപോലെ ജേർണലിസ്റ്റിക് ടെൻഡൻസിയിലും എഴുതിയ കുറച്ച് വർക്കുകൾ കൂടെയുണ്ട്. ഇതിലൊന്ന് നമ്മൾ കണ്ടു, കോളറിഡ്ജസ് ബയോഗ്രഫിയ ലിറ്ററിയ 1817 എഴുതിയ തൻ്റെ സാഹിത്യ വിമർശന രചനയാണത്. He also had delivered a number of lectures on literature and journalism. To get a clear understanding of Samuel Taylor Coleridge, it is better to compare Samuel Taylor Coleridge with William Wordsworth. ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിഡ്ജും സുഹൃത്തുക്കളായിരുന്നു. അവരുടെ മിക്ക കവിതകളും ഇവർ ഒരുമിച്ച് എഴുതിയ, പ്രത്യേകിച്ചും ലിറിക്കൽ ബാലഡ്സിൽ ഇവരൊരുമിച്ച് പബ്ലിഷ് ചെയ്ത കവിതകളാണ് ഈ രണ്ടു പേരുടെയും പ്രധാനപ്പെട്ട കവിതകൾ. സോ എന്നാൽ തന്നെയും സാമുവൽ ടൈലർ കോളറിഡ്ജും വില്യം വേർഡ്സ്വർത്തും തമ്മിൽ കുറേ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നതായി കാണാൻ പറ്റും. സോ ഈ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും ഇവരുടെ രണ്ടുപേരുടെയും എഴുത്തിലെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So first of all, let us see the content of both the poets' poetry. So shall we take the content of Wordsworth poetry first? So the content of Wordsworth poetry was or is things
taken from ordinary life. So the content of Wordsworth poetry are things taken from ordinary life. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കവിയുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾ, അനുദിനം നടക്കുന്ന സാധാരണ സംഭവങ്ങൾ തന്നെയാണ് കവിതയിൽ നമ്മൾ കാണുന്നത്. So on the other hand, in Coleridge poetry or Coleridge poems, we see supernatural characters and events. We see supernatural characters and events. സാധാരണ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഭൗമ ക്യാരക്ടേഴ്സ്, അഭൗമരായ കഥാപാത്രങ്ങൾ, സാധാരണ മനുഷ്യരെക്കാൾ ഉന്നത കഴിവുള്ള അല്ലെങ്കിൽ ഉന്നത വ്യക്തി പ്രഭാവങ്ങൾ, സാധാരണ ജീവിതത്തിൽ നമുക്ക് ഇവരെയൊന്നും കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഈവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, വെൻ വി റീഡ് Coleridge poem Kubla Khan, so the characters in the poem are supernatural figures, so whom we can't find in the everyday life. So such kind of characters are absent in Wordsworth poetry. And then consider the aim of both the writers writing poetry. ഈ രണ്ട് കവികളും അവർ എഴുതുന്ന അവരുടെ കവിത എഴുത്തിൻ്റെ ഉദ്ദേശം, അത് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ വ്യത്യാസം കാണാൻ പറ്റും. So for example, William Wordsworth's aim of writing poetry was to give these ordinary things the charm of novelty and show the moral values of simple life. So everyday life events are taken and they are presented with a great charm or charm of novelty, and he also tried to show the moral values in simple everyday life. So on the other hand, in Coleridge poetry, he makes extraordinary events credible, so two supernatural and realistic elements coexist. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കാത്ത കാണാത്ത സംഭവങ്ങൾ, അഭൗമികമായ സംഭവങ്ങൾ കഥാപാത്രങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവന്ന് അത് വിശ്വസനീയമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വിശ്വസനീയമായ സാഹചര്യങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കോളറിഡ്ജിൻ്റെ ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ, ക്യാരക്ടേഴ്സ് ഇൻ കുബ്ല ഖാൻ. സോ ദോസ് ക്യാരക്ടേഴ്സ് do not occur in everyday life. So such characters are presented with vivid imagination, and he tries to make things credible for the readers. ഇത് വായിക്കുന്ന വായനക്കാർക്ക് അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. So consider the style of Wordsworth and Coleridge. So first of all, Wordsworth style, he used a very simple language, the language of common everyday man. സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വേർഡ്സ്വർത്ത് കവിതകൾ എഴുതിയത്. പക്ഷേ കോളറിഡ്ജ് ആകട്ടെ, he used archaic language, rich in sound devices. He used ancient languages, or ancient English, old English, archaic English. That English or that language was fully enriched with the sound devices. തൻ്റെ അഭൗമ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ, അവരുടെ ചെയ്തികളെ പ്രസൻറ്റ് ചെയ്യാൻ അതിന് തക്കവണ്ണമുള്ള ഭാഷ, വളരെ പുരാതനമായ ഇംഗ്ലീഷ് ഭാഷ, archaic English was selected with a great sound effect. And finally, we will see the interests of both the writers. So in Wordsworth poetry, we can see a relationship between man and nature, imagination as a means of knowledge. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, കവിതയിലെ ഭാവന
ഭാവനയിൽ കൂടെ പുതിയ അറിവ് സമ്മാനിക്കുകയാണ്. So on the other hand, in Coleridge poetry, he presented creative power of imagination. So in his poetry we receive creative power of imagination. സൃഷ്ടിപരമായ ഭാവന ലോകം, അല്ലെ ഭാവനയുടെ ഭാഷ, അത് നമുക്ക് കോളറിജിൻ്റെ പോയട്രിയിൽ കാണാൻ പറ്റും.